എസ്കെൻ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യക്ക് ആശ്വാസം നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു LPG ടാങ്കർ കൂടി ഹോർമുസ് കടലിടുക്ക് കടന്നിരിക്കുകയാണ്. ഗ്രീൻ സാൻവി എന്ന LPG ടാങ്കർ ഹോർമുസ് കടലിടുക്ക് കടന്നിട്ടുണ്ട്. ഗൾഫ് ഓഫ് ഒമാനിൽ നിന്ന് നാവികസേന ഈ കപ്പലിന് അകമ്പടി നൽകും. മറ്റന്നാളോടുകൂടി മുംബൈ തീരത്തെത്തുമെന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 44,000 മെട്രിക് ടൺ LPG ഈ കപ്പലിലുണ്ട് എന്ന് തന്നെ കേന്ദ്ര സർക്കാർ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇന്ധന പ്രതിസന്ധിക്ക് ഒരു താൽക്കാലിക ആശ്വാസം ഈ കപ്പൽ എത്തുന്നതോടുകൂടി ഉണ്ടാകും. ഇതോടുകൂടി തന്നെ 7 കപ്പലുകളാണ് മൊത്തം ഹോർമുസ് കടലിടുക്ക് കടന്നിരിക്കുന്നത്. അവശേഷിക്കുന്ന 17 കപ്പലുകൾ കൂടി ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ശക്തമാക്കിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇറാനുമായി നടക്കുകയാണ്. ഉടൻ തന്നെ ഇവയെ കൂടി ഇന്ത്യയിലേക്ക് എത്തിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഒട്ടും തന്നെ ഇല്ല എന്നതാണ് കേന്ദ്ര സർക്കാർ സൂചിപ്പിക്കുന്നത്. ആവശ്യമായ പെട്രോളും ഡീസലും ഇപ്പോൾ തന്നെ രാജ്യത്തുണ്ട്. അടുത്ത 2 മാസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ലഭ്യത കൂടി ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. വ്യാജ പ്രചാരണങ്ങളിൽ ഇത്തരത്തിൽ ജനങ്ങൾ വീണുപോകരുതെന്നും ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിലും അതുപോലെ തന്നെ പെട്രോൾ പമ്പുകളിലേക്കും ജനങ്ങൾ ഇത്തരത്തിൽ തിരക്ക് കൂട്ടേണ്ട സാഹചര്യമില്ല എന്ന് കൂടി കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നു. എന്തായാലും മറ്റന്നാളോടുകൂടിയായിരിക്കും ഇത്തരത്തിൽ ഗ്രീൻ സാൻവി എന്ന LPG ടാങ്കർ ഇന്ത്യയിലേക്ക് എത്തുക.